കൂട്ടുകാരെ ആറുഫുക്ക് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ ചില കാര്യങ്ങളെക്കുറിച്ചാണ്. സിനിമയിൽ മാത്രം നമ്മൾ കണ്ടിട്ടുള്ള ചില കാര്യങ്ങൾ പോലെ തോന്നിക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ യുദ്ധത്തിനകത്ത് സംഭവിച്ചിരിക്കുന്നത്. കാരണം വേറൊന്നുമല്ല, അമേരിക്ക അറിയാമല്ലോ എത്രത്തോളം വലിയ സജ്ജീകരണങ്ങളുള്ള യുദ്ധ സംവിധാനങ്ങൾ, യുദ്ധം ചെയ്യാൻ പറ്റുന്ന ഒത്തിരി സംവിധാനങ്ങളുള്ള ഹെലികോപ്റ്ററും അതുപോലെ ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്റർ പോലെ അത് പിന്നെ B-2 സ്പിരിറ്റ് ബോംബർ എന്നൊക്കെ പറയുന്ന പ്ലെയിൻ, അതിനെയൊക്കെ ഒന്നും പറയാനില്ലല്ലോ. അതൊക്കെ എത്രത്തോളം ശക്തമായിട്ടുള്ളതാണെന്ന് അത്യുന്നതങ്ങളിൽ നിൽക്കുന്ന സെറ്റപ്പ് അവർക്ക് ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അമേരിക്ക വാദിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്. അത്യുന്നതങ്ങളിലുള്ള ഏറ്റവും വലിയ ആയുധങ്ങൾ ആണ് അമേരിക്കയുടെ കയ്യിലുള്ളത്. ബോംബർ പ്ലെയിനുകൾ, അതുപോലെ IRGC എന്ന് പറയുന്ന യുദ്ധവിമാനങ്ങളൊക്കെ എത്രത്തോളം ശക്തിയുള്ളതാണെന്ന് പ്രത്യേകം നമ്മൾ പറയേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള ശക്തിയുള്ള IRGC പോലുള്ള വിമാനങ്ങളൊക്കെയാണ് ഈ വിരലിലെണ്ണി നമുക്ക് എടുക്കാൻ പറ്റാത്ത അത്രയും വിമാനങ്ങളാണ് ഈ ഇറാൻ അടിച്ച് താഴെയിട്ടിരിക്കുന്നത്. ഇറാൻ്റെ ശക്തമായിട്ടുള്ള തന്നെ പ്രതിരോധം ഒരു അമേരിക്കയുടെ റഡാർ സിസ്റ്റത്തിൽ പോലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. റഡാറിനെ പോലും വെട്ടിച്ചുകൊണ്ട് മിന്നൽ വേഗത്തിൽ മിസൈലുകളുടെ ഇടക്കൂടെ വെട്ടിച്ച് മാറ്റാനൊക്കെ കഴിവുള്ള വിമാനങ്ങളാണ് IRGC പോലുള്ള വിമാനങ്ങൾ. അങ്ങനെയുള്ള വിമാനങ്ങളെ മൊത്തവും അടിച്ച് തകർത്തിട്ടിരിക്കുകയാണ് ഇറാൻ. ഇനിയും പുതിയ സർപ്രൈസുകൾ ഇനിയും കാഴ്ചവെക്കും ഉണ്ടാകുമെന്നാണ് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പം ഒരു പ്ലെയിനകത്ത് ഉള്ള രണ്ടാൾക്കാരുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഒരു പൈലറ്റും അതൊന്നും കൂടാതെ ഉള്ളതെന്ന് പറഞ്ഞാൽ വെപ്പൺ സിസ്റ്റം ഓഫീസർ എന്ന് പറയുന്ന ഒരാളാണ്. വെപ്പൺ സിസ്റ്റം ഓഫീസർ എന്ന് പറയുന്ന ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറയാം. ഈ ബോംബ് ഇടണോ, അതുപോലെ എങ്ങനെ മിസൈൽ അയക്കണം എന്നൊക്കെ തീരുമാനിച്ച് അത് കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരാണ് ഈ വെപ്പൺ സിസ്റ്റം ഓഫീസർ എന്ന് പറയുന്നത്. ഒരു പൈലറ്റിനെ കൂടാതെ ഒരാൾ കൂടെ ഉണ്ടാകും ഒരു വിമാനത്തിൽ. അപ്പം ആ ആളാണ് നിയന്ത്രിക്കുന്നത് വിമാനത്തിൽ നിന്ന് എന്തൊക്കെ ബോംബ് ഇടണം, എവിടെയൊക്കെ ഇടണം, എവിടെയൊക്കെ ഈ മിസൈൽ അയക്കണം, ഇതിനെക്കുറിച്ചുള്ള എല്ലാവരും വ്യക്തമായിട്ടുള്ള ധാരണയുള്ള ഒരാളാണ് ഈ വെപ്പൺ സിസ്റ്റം ഓഫീസർ എന്ന് പറയുന്നത്. അത് ഈ വിമാനത്തിൽ കാണും. അങ്ങനെ ഈ യുദ്ധസമയത്ത് നമ്മുടെ അമേരിക്കയിലെ ഒരു വിമാനത്തിൻ്റെ ഈ ഇറാൻ്റെ മിസൈൽ ചെന്ന് പതിച്ചപ്പോഴത്തേക്ക് അമേരിക്കയുടെ വിമാനത്തിലുണ്ടായിരുന്ന ഒരു ഓഫീസർ പുറത്തേക്ക്, ഒരു പൈലറ്റ് അതിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചുപോയി. എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇജക്റ്റ് ചെയ്ത് പുറത്തേക്ക് പോകാനുള്ളൊരു സംവിധാനം അതിനകത്ത് ഒഴുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഒരു ലിവറെ പിടിച്ചിങ്ങനെ വലിച്ചാൽ മതി. ലിവറെ ഇങ്ങനെ വലിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ മേളിലത്തെ ടോപ്പ് ഭാഗത്തിലുള്ള ഗ്ലാസ് പൊട്ടിയിട്ട് സെക്കൻഡ് സമയത്തിനുള്ളിൽ തന്നെ, സെക്കൻഡ് വേണ്ട, കണ്ണടച്ച് തുറക്കുന്ന ആ ഒരു നിമിഷ നേരത്തിനുള്ളിൽ തന്നെ ആ വിമാനത്തിൽ നിന്ന് സീറ്റ് ഉൾപ്പെടെ ആ പൈലറ്റ് തെറിച്ച് പുറത്തേക്ക് പോകാനുള്ളൊരു സജ്ജീകരണം ഈ വിമാനങ്ങളിലൊക്കെ ഉണ്ട്, ഈ യുദ്ധവിമാനങ്ങളിലുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ഇതിലേക്ക് പുറത്തേക്ക് ഇജക്റ്റ് ചെയ്ത് പോയിരിക്കുകയാണ് ഒരാൾ. അങ്ങനെ ഒരു പൈലറ്റ് ചെന്ന് വീണത് ഇറാൻ്റെ ഡ്രൈ ആയിട്ട് കിടക്കുന്ന ഒരു മരുഭൂമി പോലെ കിടക്കുന്ന ഒരു പ്രദേശത്താണ്. അപ്പോൾ എങ്ങോട്ട് വേണേലും ഇവർക്ക് പറന്ന് പോകാനുള്ളൊരിതുണ്ട്, സെറ്റപ്പ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിമാനം അത്ര പൊക്കത്തിൽ നിന്ന് തകർന്ന് വീഴുന്നതുകൊണ്ട് ഇതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആൾക്ക് പാരച്യൂട്ട് വഴി എങ്ങോട്ട് വേണേലും പോയി ഇറങ്ങാം. അങ്ങനെ ഒരു രീതിക്ക് പോയി ഇവർ ഇറങ്ങിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എവിടെയല്ല, ഇറാൻ്റെ ഒരു മരുഭൂമി പോലെ പരന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെ നിറയെ പർവ്വതങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പർവ്വതങ്ങളിലേക്ക് അടുത്തായിട്ടാണ് പോയി വീണത് ഈ ഓഫീസർ. അപ്പോൾ ഈ ഓഫീസറിനെ വീണ ഉടനെ തന്നെ അയാളെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇത്ര ലക്ഷം രൂപ തരാമെന്ന് ഒരു ഇനാമം പ്രഖ്യാപിക്കുകയാണ് നമ്മുടെ ഇറാൻ്റെ പ്രസിഡൻറ്റ്. വേറൊന്നും കൊണ്ടല്ല, ഇത് നമുക്കൊരു യുദ്ധത്തിലിപ്പോൾ ഒരു സൈനികനോ അല്ലെങ്കിൽ ഒരു പൈലറ്റോ താഴെ വീണ വേറെ രാജ്യത്ത് പെട്ടുപോയി കഴിഞ്ഞാൽ അവരെ അവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷിച്ചു കൊണ്ടുവരുമോ എന്നുള്ളതാണ് മറ്റേ രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റിൻ്റെയൊക്കെ ഒരു ചുമതലയെന്ന് പറയുന്നത്. കാരണം നമ്മുടെ ഒരു പൈലറ്റിനെ അല്ലെങ്കിൽ ഒരു സോൾജിയറിനെ, ഒരു പട്ടാളക്കാരനെ വേറൊരു സ്ഥലത്ത് പെട്ടുകിടക്കാൻ അവർക്ക് പിടിത്തം കൊടുക്കാൻ വേണ്ടിയിട്ട് സമ്മതിക്കത്തില്ല. അവർ അതിന് എങ്ങനെയെങ്കിലും രക്ഷിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവരുടെ ചുമതല. അതുകൊണ്ട് അവർ പറയുന്ന ഏതൊരു പാരിതോഷികങ്ങളും കൊടുത്തിട്ട്, എന്താണെന്ന് വെച്ചാൽ അത് കൊടുത്തിട്ടാണെങ്കിലും ആളെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ അമേരിക്ക പോലുള്ള രാജ്യങ്ങളുടെ അവർക്കും എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്.
നമ്മുടെ സൈനികനെ വേറൊരു രാജ്യത്തിന് വിട്ടുകൊടുക്കത്തില്ല, എങ്ങനെയെങ്കിലും കൊണ്ടുവരാനുള്ള ആ ഒരു ഇതേ നോക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ട് തന്നെ ഈ ഇറാൻ്റെ പ്രസിഡൻറ്റ് ഇങ്ങനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്, 50 ലക്ഷം രൂപ തരും, അതുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങളും എല്ലാവരും ഈ ആളെ തപ്പി കണ്ടുപിടിക്കാൻ വേണ്ടി പറയുകയാണ്. അങ്ങനെ ഇയാളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു ജനക്കൂട്ടം ആ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോവുകയാണ്, ആ ഒരു പർവ്വതങ്ങളുടെ ആ ഭാഗത്തേക്ക് പോവുകയാണ്. പക്ഷേ ഈ 7000 അടി പൊക്കത്തിലേക്കുള്ള ഈ പർവ്വതത്തിലേക്ക് ഈ പൈലറ്റ് കയറി പോവുകയാണ്. ഇങ്ങോട്ട് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, 7000 അടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയെ കയറി പോകുമ്പോഴുള്ള എളുപ്പത്തിൽ കയറി പോകാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഈ പൈലറ്റ് അങ്ങ് നടന്ന് അവിടം വരെ പോവുകയാണ്. അപ്പോൾ ഈ പൈലറ്റിൻ്റെ കയ്യിൽ ഒത്തിരി സാധനങ്ങളുണ്ട്. ഈ സീറ്റ് ഉൾപ്പെടെ പുറത്തേക്ക് പോകുമ്പോഴത്തേക്ക് ഇവർക്ക് അത്യാവശ്യം കൈ വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ അവരുടെ ഇതിനകത്ത് കാണും. എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ പിടിച്ചിരിക്കാൻ വേണ്ടി ഒരു പിസ്റ്റൾ കാണും, ഒരു തോക്കുണ്ടാവും, പിന്നെ ലൈറ്റ് കാണും ചെറിയ, അതുപോലെ തന്നെ ചെറിയ ഷെൽട്ടർ അടിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം കാണും, അതുപോലെ ചെറിയ സ്മോക്കിങ്ങിൻ്റെ ഒരു സാധനം ഉണ്ടല്ലോ, ഇങ്ങനെ നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് ഒരാൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവം, അതുപോലെ തന്നെ വയർലെസ്സിൻ്റെ സംവിധാനങ്ങൾ, സംസാരിക്കാൻ വേണ്ടി അവരുടെ ഓഫീസറുമായിട്ട് സംസാരിക്കാനുള്ള സൗകര്യങ്ങൾ, അതൊക്കെ കാണും. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് തന്നെയാണ് ഇവർ താഴത്തേക്ക് ഈ പാരച്യൂട്ട് വഴി താഴത്തേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഇത്രയും സാധനങ്ങളുണ്ട്. അപ്പം ഈ പൈലറ്റ് വിളിച്ചിട്ട് പറയുകയാണ്, എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഇന്ന സ്ഥലത്ത് സേഫായിട്ടുണ്ട് എന്ന് പറയുകയാണ്. ഇവർക്ക് അത്യാവശ്യം മാപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതിനുള്ളിൽ തന്നെ ഉണ്ട്. എവിടെയെങ്കിലും പെട്ടുപോയി കഴിഞ്ഞാൽ കണ്ടുപിടിക്കാനുള്ള ഒരു രീതിക്ക് എവിടെ നിൽക്കുന്നതെന്നൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നോക്കി ഈ പൈലറ്റ് 7000 അടി പൊക്കത്തിലേക്ക് നടന്നു പോയി അങ്ങനെ ടോപ്പിലെത്തുവാണ്. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്ക് ഈ വയർലെസ് സംവിധാനം വഴി ഇങ്ങനെ പറഞ്ഞ് ഞാനിവിടെ നിൽപ്പുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ അമേരിക്കയിലെ ട്രംപ് പ്രഖ്യാപിക്കുകയാണ്, എങ്ങനെ ആണേലും ഈ പൈലറ്റിനെ കൊണ്ടുവരണമെന്ന് പറയുക. അങ്ങനെ പൈലറ്റിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വലിയൊരു ഫോഴ്സ് ഇത് അങ്ങോട്ട് ഈ ട്രംപ് പറഞ്ഞ അനുസരിച്ച് ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററിൽ കൂടെ അതുപോലെ കുറേ വിമാനങ്ങളിലൊക്കെ ഉണ്ട്. ആ വിമാനങ്ങളിലൊക്കെ വെച്ച് ശക്തമായിട്ടുള്ള വിമാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർ എന്ത് പ്രതിരോധം വന്നാലും ആക്രമിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പിലാണ് അവർ താഴത്തേക്ക് പോകുന്നത്. സ്വന്തം പട്ടാളക്കാരനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിക്കൊണ്ട് അവിടുന്ന് കൊണ്ടുവരിക എന്നുള്ള ഉത്തരവാദിത്വത്തോടെയാണ് അവർ താഴത്തേക്ക് പോകുന്നത്. അങ്ങനെ അവിടെ ചെന്ന് ഇറാൻ്റെ മണ്ണിൽ അവർ കാലുകുത്തുവാണ്. ഇത്രയും നടന്നിട്ടുള്ള യുദ്ധങ്ങളിൽ വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ യുദ്ധത്തിൽ ചെയ്തിട്ടുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ്, നേരിട്ട് അവർ താഴത്തെ ഇറങ്ങാതെ യുദ്ധവിമാനങ്ങൾ കൊണ്ട് മാത്രമായിരുന്നു യുദ്ധം ചെയ്തു വന്നിരുന്നെങ്കിൽ ഇത് നേരെ തിരിച്ചാണ്. ഇവർ താഴത്തേക്ക് ഇറങ്ങി ചെന്ന് ആ ഒരു സ്ഥലത്ത് ചെന്നിട്ട് അവിടുത്തെ മണ്ണിൽ കാല് കുത്തിയിട്ടാണ് ഇവർ ഭയങ്കര ഫോഴ്സിൻ്റെ പവറാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. അമേരിക്ക എന്തും വരട്ടെ എന്ന് കൽപ്പിച്ചുകൊണ്ട് തന്നെ അവിടെ വന്ന് ഇറാൻ്റെ മണ്ണിലിറങ്ങി സ്വന്തം പട്ടാളക്കാരനെ സർവൈവ് ചെയ്തുകൊണ്ട് രക്ഷപ്പെടുത്തിക്കൊണ്ട് ആ പൈലറ്റിനെ അവിടെ വിട്ടുകൊടുക്കാതെ ആ പൈലറ്റിനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് അവിടുന്ന് പോവുകയാണ്. അപ്പോൾ ബ്ലാക്ക് ഹോക്ക് പോലത്തെ ഹെലികോപ്റ്ററുകളൊക്കെ ഇങ്ങനെയുള്ള വിമാനങ്ങളിലൊക്കെയാണ് പോകുന്നത്. അപ്പോൾ കുറേ വിമാനങ്ങളൊക്കെ ഇവർ അടിച്ച് തകർത്തിട്ടുണ്ട് ഇറാൻ. അങ്ങനെ ഇത്രയും ശക്തമായിട്ടുള്ളൊരു പ്രശ്നത്തെ തരണം ചെയ്തുകൊണ്ടാണ് ഈ അമേരിക്ക അവിടേക്ക് പോയത്. അപ്പോൾ അമേരിക്ക സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഇറാനും അമേരിക്കയും കൂടെയുള്ള യുദ്ധം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം ഇപ്പം നമ്മുടെ അമേരിക്കയുടെ പ്രസിഡൻ്റായ ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. ട്രംപ് പറഞ്ഞിരിക്കുന്ന വേറൊന്നുമല്ല, യുദ്ധത്തിൽ എങ്ങനെയെങ്കിലും നിങ്ങൾ കീഴടങ്ങാൻ തയ്യാറായില്ലെങ്കിൽ പറയുന്ന 2-3 കാര്യങ്ങൾ പറയുന്നുണ്ട് അമേരിക്ക. അത് ചെയ്തു കൊടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നരകം എന്താണെന്ന് കാണിച്ചു തരുമെന്നാണ് അമേരിക്ക പറയുന്നത്. അപ്പോൾ ഈ അമേരിക്കയുടെ ഈ ഒരു ഇത് കേട്ടിട്ട് ഇറാൻ തിരിച്ചു പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്ത് വേണേലും ചെയ്തോ, ഒരു പ്രശ്നവുമില്ല, ഞങ്ങളും അതിനെക്കാട്ടിൽ ഇരട്ടി ശക്തമായിട്ട് തന്നെ പ്രതിരോധിക്കും, അതിനുള്ള പവറൊക്കെ ഞങ്ങൾക്കും ഉണ്ട്, നിങ്ങൾക്കുള്ള സർപ്രൈസ് ഞങ്ങളിവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം, നിങ്ങളിങ്ങോട്ട് വന്നോ എന്നുള്ള രീതിയിലാണ് ട്രംപിൻ്റെ അടുത്ത് ഇറാൻ്റെ ആ ഒരു
പ്രസിഡൻറ്റ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് രണ്ടും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൽ ഇറാൻ ഒരിക്കലും പുറകോട്ട് പോകത്തില്ല. ഇറാന് ആ ഒരു പേടിയില്ല. ഇറാൻ ധൈര്യത്തോടെ മുമ്പോട്ട് നിന്ന് യുദ്ധം ചെയ്യും. എന്താണേലും അത് വരണടുത്ത് വെച്ച് കാണാമെന്നുള്ളൊരു മനോഭാവത്തിലാണ് ഇറാൻ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറാനൊരു ഭയവും ഇല്ല. ഇറാൻ ഭയങ്കര ശക്തമായിട്ട് ധൈര്യത്തോടെ നിന്നുകൊണ്ട് പൊരുതുമെന്ന് തന്നെയാണ് പറയുന്നത്. ഇറാനെക്കുറിച്ച് നമ്മൾ ഇത്രയൊന്നും വിചാരിച്ചില്ല, പക്ഷേ ഇറാൻ വിചാരിച്ചതിനേക്കാളിലൊക്കെ ഒരുപാട് അപ്പുറമാണ്. കാരണം ഇറാൻ എന്ന് പറയുന്നത് അത്രയ്ക്ക് പവർ ഇറാൻ ഉണ്ടെന്നുള്ളത് തെളിയിച്ചിരിക്കുക. കാരണം അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ പലതും ഇറാൻ്റെ അതിർത്തിയിൽ വെച്ച് അടിച്ച് തകർത്തിരിക്കുകയാണ് ഇറാൻ. അത് ചെറിയ കാര്യമല്ല. കാരണം റഡാറിൽ പോലും പിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള IRGC പോലുള്ള വിമാനങ്ങളാണ് വെട്ടിച്ച് ദിശ മാറ്റി പോകാൻ കഴിയുന്ന വളരെ ടെക്നോളജിക്കലായിട്ടുള്ള സിസ്റ്റംസൊക്കെ ഉള്ള വിമാനങ്ങൾ വരെയാണ് അടിച്ച് തകർത്ത് ഇറാൻ താഴെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇറാൻ ചെറിയ ഒരു ശക്തിയില്ലാത്ത രാജ്യമല്ല. ഇറാന് അമേരിക്കയെ പൊരുതി നിൽക്കാനുള്ളൊരു ശേഷിയുണ്ടെന്ന് ഇറാൻ അവിടെ തെളിയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇറാൻ ഇനി പുതിയതായിട്ടുള്ള പരീക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ആ സസ്പ്രൈസ് കൊടുക്കുമെന്ന് അത് കൊടുക്കുമെന്നാണ് പറയുന്നത്. സർപ്രൈസ് കൊടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് നോക്കാം. ഇറാനും അമേരിക്കയും കൂടെയുള്ള യുദ്ധത്തിൽ ഇനി ഗൾഫിലുള്ള രാജ്യങ്ങളിലൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഒരാഘാതം ഏൽക്കാൻ പോകുന്നത്. എന്നിരുന്നാലും ഗൾഫിലുള്ള രാജ്യക്കാർക്ക് ആ ആൾക്കാർക്ക് എന്ത് പറഞ്ഞാലും വളരെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കൂട്ടുകാരാണേലും സുഹൃത്തുക്കളാണേലും പല ആൾക്കാർ ഗൾഫിലുള്ളവരൊക്കെ ഉണ്ട്. അപ്പം നമ്മളുടെയൊക്കെ ഇപ്പം കൂടുതലായിട്ട് ഇത് ബാധിച്ചിരിക്കുന്നത് ഇന്ത്യക്കും നമ്മുടെ രാജ്യത്തിനുള്ള ആൾക്കാർക്കൊക്കെ തന്നെയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഏതെങ്കിലുമൊക്കെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ഗൾഫിലുള്ളവരൊക്കെ തന്നെയാണ്. അപ്പോൾ യുദ്ധം കൊണ്ട് ഒരിക്കലും ഒരു നല്ല കാര്യം അല്ല സംഭവിക്കുന്നത്. എന്താണെങ്കിലും യുദ്ധം കൊണ്ട് നാശം മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ ഈ യുദ്ധത്തിലൂടെ എന്തായാലും ഒരു നേട്ടം അല്ല. രണ്ട് രാജ്യങ്ങളും തമ്മിൽ അവരുടെ വാശി തീർക്കുകയാണ്. അത് അവരുടെ വാശി തീർത്ത് മറ്റ് ഉള്ള ആൾക്കാർ കൂടെ അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഈ യുദ്ധം കൊണ്ട് ഒരുപാട് പേർക്ക് ദോഷം, ഒരുപാട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അതൊന്നും മനസ്സിലാക്കാതെയാണ് ഇവർ ഈ യുദ്ധം നടത്തുന്നത്. എന്താണേലും ഈ യുദ്ധം കൊണ്ടുള്ള പ്രശ്നങ്ങളും വരാനിരിക്കുന്ന കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്താണേലും അമേരിക്കയിലെ ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് വെച്ച് ഇറാന് ഒരു നരകത്തിൻ്റെ ആ ഒരു ഇത് കാണിച്ചു കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇറാനും ഒട്ടും മോശമൊന്നുമല്ല. ഇറാൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഞങ്ങൾ നല്ലൊരു സർപ്രൈസ് തരുമെന്നാണ് പറയണത്. ആ ഒരു സർപ്രൈസ് എന്താണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. എന്താണെങ്കിലും രണ്ട് രാജ്യങ്ങളും ഭയങ്കര ശക്തമായിട്ട് തന്നെ യുദ്ധം തുടരുകയാണ്. അപ്പം ആ യുദ്ധത്തിൽ പലവർക്കും ബുദ്ധിമുട്ടുണ്ടാകാം, പ്രശ്നങ്ങളുണ്ടാകാം. അത് ഓരോ രാജ്യത്തിലെ ആൾക്കാർക്ക് വളരെയധികം പ്രശ്നങ്ങൾ സംഭവിക്കും. അതൊന്നും അമേരിക്കയ്ക്ക് അത്ര ബാധിക്കത്തില്ല. പക്ഷേ ഇത് അല്ലാത്ത രാജ്യങ്ങളിലുള്ളവർക്കൊക്കെ ശരിക്കും അത് ബാധിക്കുമെന്ന് തന്നെ പറയാം. ഇത് കൂടുതലായിട്ട് ബാധിക്കാൻ പോകുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ തന്നെയുള്ള ആൾക്കാർക്കാണ്. അപ്പോൾ ഈ യുദ്ധം കൊണ്ട് ഒരു പ്രയോജനമൊന്നും ആർക്കും ഉണ്ടാകത്തില്ല. കൂടുതലായിട്ട് വരുന്നത് പ്രശ്നങ്ങൾ തന്നെയാണ്. എന്താണേലും രണ്ട് രാജ്യങ്ങളുടെയും ആ ഒരു വാശിയും ആ ഒരു എടുത്തുചാട്ടമൊക്കെയാണ് ഈ യുദ്ധത്തിന് കാരണമായിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇനി വരാൻ പോകുന്നത്, അവരുടെ രണ്ട് രാജ്യങ്ങളിൽ ആര് ജയിക്കും തോക്കുമെന്നൊക്കെ ഉള്ളത്, എന്താ സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ ഉള്ളത് ഒരു സർപ്രൈസ് തന്നെയാണ്. ഇറാൻ പറഞ്ഞ പോലെ തന്നെ അവർ സർപ്രൈസ് കൊടുക്കുമോ ഇല്ലെന്നുള്ളത് നമുക്ക് കണ്ടിരുന്നറിയാം. അപ്പം ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. ലൈക്ക് അടിച്ചാൽ മാത്രമേ വീഡിയോസ് കൂടുതൽ ആൾക്കാരിലോട്ട് പോകത്തുള്ളൂ. അല്ലെങ്കിൽ യൂട്യൂബ് നിങ്ങളിലേക്ക് വീഡിയോസ് എത്തിക്കത്തില്ല കേട്ടോ. അതുകൊണ്ട് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പറ്റാട്ടോ.